കരിയർ മേഖലയും വ്യക്തിജീവിതത്തിലെയും പ്രൊഫഷണൽ ജീവിതത്തിലെയും ആശയങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്ന കരിയർ ബിൽഡറിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന മാസങ്ങളിൽ നമുക്ക് ഒരുപാട് പരീക്ഷകളുള്ള ഒരു കാലഘട്ടമാണ്. അത് ബോർഡ് പരീക്ഷ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി പരീക്ഷ ആയിക്കോട്ടെ, എൻട്രൻസ് പരീക്ഷകളാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണെങ്കിലും അത് ഇനി വരുന്ന 3-4 മാസങ്ങളിൽ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഒരു പരീക്ഷ എന്താണ്, വിവിധ തരത്തിലുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ്, ഇനി ആ പരീക്ഷയിൽ അഭിമുഖീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൂടുതലായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു പരീക്ഷ? ഈ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവർക്കും ആദ്യമേ ഒരു ആശങ്കയാണ്. അപ്പോൾ ആ ആശങ്ക എങ്ങനെയെങ്കിലും ആ പരീക്ഷ എഴുതണം, ജയിക്കണം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അവരുടെ ചിന്ത. പലപ്പോഴും എന്താണ് ഈ പരീക്ഷ, ആ പരീക്ഷയെക്കുറിച്ച് ഡീപ്പായിട്ടുള്ളൊരു ചിന്ത അതൊന്നും പോകാറില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പരീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ, ഒരു കുട്ടി, ഒരു സ്റ്റുഡൻ്റ്, ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളെ പറ്റിയുള്ള അറിവും കഴിവും അണ്ടർസ്റ്റാൻഡിങ് അളക്കുന്ന ഫോർമൽ അസസ്മെൻ്റാണ് ഒരു പരീക്ഷ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്കൂൾ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനും ജോലിക്കുമുള്ള സെലക്ഷൻ റൗണ്ടുകളിലും ഒക്കെ പലതരത്തിലുള്ള പരീക്ഷകൾ നടത്താറുണ്ട്. പ്രധാനമായിട്ടും നമുക്കിതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷകളെന്നും മറ്റൊന്ന് കോമ്പറ്റേറ്റീവ് പരീക്ഷകളെന്നും. ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമാണ് നമ്മൾ ആദ്യമായിട്ട് പൊതുപരീക്ഷകൾ ഏറ്റവും കൂടുതൽ എഴുതുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷകളെ നമുക്ക് ബോർഡ് എക്സാമിനേഷൻസ് എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് കോളേജ് തലത്തിലെത്തുമ്പോൾ നമ്മളതിനെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡ് എക്സാമിനേഷൻസും യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ അറിവിനെ ഇൻഡെപ്തായിട്ട് അളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ നിന്നും അടുത്തൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു അസസ്മെൻ്റാണ് ഈ ബോർഡ് എക്സാമിനേഷൻസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസും. അപ്പോൾ ഈ പരീക്ഷകൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ആ സബ്ജക്റ്റിലും അല്ലെങ്കിൽ സബ്ജക്റ്റുകളിൽ ഇൻഡെപ്ത് നോളജ് ഉണ്ടെന്നാണ് അളക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതി നന്നായി മാർക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാനാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടത്തുന്നത്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കൂടുതലും നമുക്ക് ഹയർ ഡിഗ്രീസിന് പോകാൻ, ഒരു പ്രൊഫഷണൽ ഗ്രാജുവേഷൻസിനൊക്കെ പോകാനും അതുപോലെ ഒരു ജോലിക്കായിട്ടുള്ള സെലക്ഷൻ റൗണ്ടുകളിലേക്കുമാണ് നടത്തുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എൻട്രൻസുകളുടെ ഫോമിലും വരാറുണ്ട്, അതുപോലെ തന്നെ ഒരു സെലക്ഷൻ റൗണ്ടുകളുടെ ടെസ്റ്റുകളുടെ ഫോമിലും വരാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ആളിൻ്റെ ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഇൻഡെപ്ത് നോളജ് അളക്കുമ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ ഒരു സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളെ പറ്റിയുള്ള ആ ഒരു ഗ്രാഹ്യം എത്രത്തോളം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ അളക്കുന്നത്. പക്ഷേ ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിൽ അത് ഇൻഡെപ്ത് നോളജാണ് അളക്കുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒന്ന് ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് നമ്മൾ കൂടുതൽ സബ്ജക്റ്റീവായിട്ട് എഴുതുമ്പോൾ മിക്കവാറുമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ടാണ് എഴുതുന്നത്. നമ്മൾ 2 തരത്തിലുള്ള പരീക്ഷയെപ്പറ്റി പറഞ്ഞു. ബോർഡ് എക്സാമിനേഷൻസ് അഥവാ ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസും മറ്റൊന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും. അപ്പോൾ ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ട ചില വ്യത്യാസങ്ങളുണ്ട്. പഠിക്കുമ്പോഴാകട്ടെ, ആ പരീക്ഷയെപ്പറ്റി അപ്ലൈ ചെയ്യുമ്പോഴാകട്ടെ, ആദ്യം ഈ പരീക്ഷ എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ നന്നായി ഒന്ന് പഠിച്ച് അതിനൊരു ഗ്രാഹ്യം വരുത്തിയാൽ തന്നെ നമുക്ക് ആ പരീക്ഷ നന്നായി എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. അതിനുള്ള ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിൽ ആദ്യം സിലബസ് ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. നിങ്ങൾ ആ സിലബസ് ഒന്ന് ഓടിച്ച് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സിലബസിലുള്ള മുഴുവൻ കോൺസെപ്റ്റുകളെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യം കിട്ടും. അപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് നമ്മൾ ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നടത്തുമ്പോൾ ആ സിലബസിലുള്ള കോൺസെപ്റ്റുകൾ
എത്രത്തോളം നിങ്ങൾക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ള പരീക്ഷയാണ് നടത്തുന്നത്, ആ സിലബസ് അനുസരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമാറ്റാണ് അതേ സിലബസിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാറ്റ് ആയിരിക്കും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നടത്താറുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ഒന്ന്, നമുക്ക് കുറേ കൂടെ തിയററ്റിക്കൽ നോളജ് നമ്മൾ വരുത്തുമ്പോൾ, മറ്റേത് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കണം. നമ്മുടെ മനസ്സ് അങ്ങനെയായിരിക്കണം പോകേണ്ടത്. രണ്ടാമത്തേത്, ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ അതോറിറ്റീസ് ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷകളാകുമ്പോൾ അതാത് ബോർഡുകൾ, ഓരോ സംസ്ഥാനത്തും ബോർഡുകളുണ്ട്, വിവിധ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികൾ എന്താണ്, ആ യൂണിവേഴ്സിറ്റികൾ ഈ പരീക്ഷ നടത്തുന്ന രീതിയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ സമയാസമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന രീതി, അതിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, അതിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും കൂടുതലും അത് നാഷണൽ ലെവലിൽ, സെൻട്രലൈസ്ഡ് ലെവലിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മിക്കവാറുമുള്ള കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ ഇപ്പോൾ NTA കീഴിലാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള NTA നമ്മൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ വരുന്ന വർഷവും. ഓരോ വർഷവും അതിൻ്റെ റൂൾസും റെഗുലേഷൻസും പ്രോസ്പെക്ടസിലുള്ള കണ്ടീഷൻസും ഒക്കെ നമ്മൾ മാറും. അപ്പോൾ അതോറിറ്റി എന്താണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, ആ പ്രോസ്പെക്ടസിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി പരീക്ഷയ്ക്ക് എന്തെങ്കിലും രീതിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പൊതുവേ ഈ ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് സബ്ജക്റ്റീവ് രീതിയിലാണ്. അതായത് ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുന്ന രീതിയാണ് സബ്ജക്റ്റീവ് എക്സാമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ പോകുമ്പോൾ അവിടെ മിക്കവാറും ഒബ്ജക്റ്റീവ് രീതിയിലായിരിക്കും പരീക്ഷ നടത്തുന്നത്. ഒബ്ജക്റ്റീവ് രീതി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചോദ്യം ചോദിച്ചിട്ട് അതിലൊരു 4 ചോയ്സോ 2 ചോയ്സോ തരും. ആ ചോയ്സിൽ നിന്ന് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആ കറക്റ്റ് ചോയ്സ് നമ്മൾ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവുമാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഒരു ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ സബ്ജക്റ്റീവ് ചോദ്യോത്തര രീതിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് മിക്കവാറും ഒരു പരീക്ഷ എന്ന് പറയുന്നത് 3 മണിക്കൂറായിരിക്കും. ആ 3 മണിക്കൂറിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി പരീക്ഷ കിട്ടുന്നത് ഒരു 20 ചോദ്യമായിരിക്കും. അപ്പോൾ ആ 20 ചോദ്യത്തിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ആ കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ എഴുതി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്പീഡും ഹാൻഡ് റൈറ്റിങ്ങും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സബ്ജക്റ്റീവ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റീവ് പരീക്ഷയിൽ 3 മണിക്കൂറിൽ 20 ചോദ്യം എന്ന് പറയുമ്പോൾ, ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനേഷൻസോ അല്ലെങ്കിൽ ഒരു ബാങ്ക് പരീക്ഷയോ PSC UPSC പരീക്ഷയൊക്കെ എഴുതുമ്പോൾ അവിടെ 3 മണിക്കൂറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 120 ചോദ്യമോ 150 ചോദ്യമോ ആയിരിക്കും. ഈ 150 ചോദ്യത്തിനെ നമ്മൾ 3 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കണം. അവിടെ നമ്മൾ സബ്ജക്റ്റീവായിട്ടല്ല എഴുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തന്നിരിക്കുന്ന ചോദ്യത്തിലെ 4 ചോയ്സുകളിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ചോയ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ്. അപ്പോൾ അവിടെ സ്പീഡും ഹാൻഡ് റൈറ്റിങ്ങിനേക്കാളും നമുക്ക് വേണ്ടത് തിങ്ക് ചെയ്യുന്ന രീതിയും, ഫാസ്റ്റ് തിങ്കിങ്ങും ആക്യുറേറ്റ് തിങ്കിങ്ങും അതുപോലെ തന്നെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കറക്റ്റ് ആൻസർ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു സബ്ജക്റ്റീവ് ആൻസർ ചെയ്യുമ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ആൻസർ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഈ സബ്ജക്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു 20 ചോദ്യമായിരിക്കും ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ആ 20 ചോദ്യത്തിനും ഒരേ മാർക്കായിരിക്കണമെന്നില്ല. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യം കാണും, 5 മാർക്കിൻ്റെ ചോദ്യം കാണും, 8 മാർക്കിൻ്റെ ചോദ്യം കാണും, 15 മാർക്കിൻ്റെ ചോദ്യവും കാണും. അപ്പം ആ ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ഉത്തരം വേണം എഴുതാൻ. ആ ചോദ്യത്തിനനുസരിച്ചുള്ള ബഹുമാനം നമ്മൾ ഉത്തരത്തിന് കൊടുക്കണമെന്ന് പറയും. മിക്കവാറുള്ള ആൾക്കാർ ചിലപ്പം 2 മാർക്കിൻ്റെ ചോദ്യം അറിയാവുന്ന ചോദ്യമാകുമ്പോൾ ആവേശം കൊണ്ട് ഒരുപാട് അങ്ങ് എഴുതും. അതായത് 2 മാർക്കിന് എഴുതേണ്ട 5 സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ അറിയാവുന്നതുകൊണ്ട് 15ഉം 20ഉം സെൻറ്റൻസ് എഴുതി അങ്ങ് പോകും. അവസാനം സമയക്കുറവ് കാരണം നമുക്ക് 8 മാർക്കിൻ്റെയോ 15 മാർക്കിൻ്റെയോ ചോദ്യത്തിന് എഴുതാൻ ആവശ്യമായിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതാനായിട്ടുള്ള സമയം തികയില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കിനനുസരിച്ച് വേണം നമ്മളതിന് സമയവും അതിനനുസരിച്ച് എഴുതേണ്ട രീതിയും മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ 2 മാർക്കിന് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കണം, 15 മാർക്കിന് അർഹിക്കുന്ന ബഹുമാനവും നമ്മൾ കൊടുക്കണം. ഇതാണ് ഈ സബ്ജക്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഈ പരീക്ഷ എഴുതുമ്പോൾ മാർക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു സബ്ജക്റ്റീവ് പരീക്ഷയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പാസ്സാകാനായിട്ടൊരു കട്ട് ഓഫ് മാർക്ക് കാണും. ഉദാഹരണത്തിന് 50ൽ 18 അല്ലെങ്കിൽ 100ൽ 40 എന്നൊരു മാർക്ക് കാണും. ആ മാർക്കിന് മുകളിൽ വന്നാൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ അങ്ങനെയല്ല. നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് മിക്കവാറും ഉണ്ടാവില്ല. അവിടെ ഒരു പരീക്ഷ എഴുതുന്നതിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആദ്യത്തെ 10% നമുക്ക് സെലക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് പരീക്ഷ, യൂണിവേഴ്സിറ്റി ബോർഡ് പരീക്ഷകളിലൊക്കെ നമ്മൾ പെർസെൻറ്റേജിൽ മാർക്ക് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ കൂടുതലും പെർസെൻറ്റൈലിലാണ് മാർക്ക് വരുന്നത്. അതാണ് പെർസെൻറ്റേജും പെർസെൻറ്റൈലുമായിട്ടുള്ള വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കണം.
മാർക്കുകളുടെ രീതിയെ തന്നെ വേറൊരു രീതിയിലും വിളിക്കും. ഇപ്പോൾ ബോർഡ്, യൂണിവേഴ്സിറ്റി, സബ്ജക്റ്റീവ് പരീക്ഷകൾ ഒരു അബ്സല്യൂട്ട് എക്സാമിനേഷൻ അബ്സല്യൂട്ട് മാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ അത് റിലേറ്റീവ് മാർക്കായിരിക്കും അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അബ്സല്യൂട്ടും റിലേറ്റീവായിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ ടോപ്പ് 5-ലോ ടോപ്പ് 10-ലോ എത്താൻ പറ്റുകയുള്ളൂ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സബ്ജക്റ്റീവ് പരീക്ഷയിൽ നമുക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കാര്യം വൃത്തിയായിട്ട് അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായി. എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞു, മാർക്കിനനുസരിച്ചുള്ള ബഹുമാനം കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ അതിനെ പാരഗ്രാഫുകളാക്കി എഴുതുന്നത് നല്ലതായിരിക്കും. ഏതൊരു ചോദ്യത്തിനും പ്രധാനമായിട്ടും അതിനൊരു 3 ഭാഗമായി തിരിച്ചാൽ വളരെ നന്നായിരിക്കും. ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക, അതിനെ കോൺസെപ്റ്റിന് ഒരു മെയിൻ ബോഡി കൊടുക്കുക, ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇൻട്രഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ. ഇങ്ങനെ വേണം ഒരു സബ്ജക്റ്റീവ് പരീക്ഷ നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ സബ്ജക്റ്റീവ് പരീക്ഷയിൽ നമ്മൾ എഴുതാവുന്ന അത്രയും നല്ല വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക, അതിന് പാരഗ്രാഫുകളാക്കി എഴുതുക, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെ ഹൈലൈറ്റ് ചെയ്തും കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷനിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ മിക്കവാറും എന്നുള്ളതല്ല, ഇപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അതായത് ശരി ഉത്തരത്തിന് 4 മാർക്കാണെങ്കിൽ തെറ്റുത്തരത്തിന് ചിലപ്പോൾ 1 മാർക്ക് പോയേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 100-ൽ 100 ചോദ്യവും എഴുതണമെന്നുള്ളത് വാശി പിടിക്കരുത്. ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം എഴുതുക. അല്ലാതെ നമുക്കൊരു 25%-ഓ 50%-ഓ ഉറപ്പുള്ള ചോദ്യങ്ങൾ എഴുതിയാൽ തെറ്റിപ്പോയാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാനും അവസാനം നമ്മൾ ശരി എഴുതിയ ഉത്തരങ്ങളുടെ ഒന്നും ഫലം ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ എഴുതാവൂ. അപ്പോൾ ഇതിൽ ഇൻഡെപ്തായിട്ടുള്ള നോളജ് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് എഴുതി കോൺസെപ്റ്റുകൾ എഴുതി ഫലിപ്പിക്കുക എന്നുള്ള സബ്ജക്റ്റീവ് എക്സാമിനേഷൻസിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ കൂടുതലും അപ്ലൈ, അനലൈസ്, റിയാക്ട് എന്നുള്ളതായിരിക്കണം നമ്മളൊരു എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ട ഒരു ഫോർമുല. ഒന്നുകൂടെ ഞാൻ പറയാം, അപ്ലൈ, അനലൈസ് ആൻഡ് റിയാക്ട്. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതാനും അത് സക്സീഡ് ചെയ്യാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു 3 ഫോർമുല: അപ്ലൈ, അനലൈസ് ആൻഡ് റിയാക്ട്. നമ്മളൊരു ബോർഡ്, യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുമ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ഉദ്ദേശം അത് ഏറ്റവും നന്നായി, ഏറ്റവും കൂടുതൽ എഴുതി, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്കുള്ളത്. ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പക്ഷേ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതല്ല, എഴുതുന്ന ചോദ്യങ്ങൾക്കൊക്കെ മുഴുവൻ മാർക്ക് കിട്ടുക എന്നുള്ളതായിരിക്കണം. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം എഴുതണം. അപ്പോൾ അവിടെ നമ്മുടെ എങ്ങനെയും ജോലി കിട്ടുക അല്ലെങ്കിൽ ആ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കണം. അതിനെ നമുക്ക് ആസ്പിരൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയും ബോർഡ് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ആസ്പിരൻറ്റ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. ഇനി നമ്മളൊരു യൂണിവേഴ്സിറ്റി പരീക്ഷയും ബോർഡ് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ മിക്കവാറും ഒരു ദിവസം ഒരു സബ്ജക്റ്റേ പരീക്ഷ കാണുള്ളൂ. അപ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി, പഠിച്ചാൽ മതി, അത് വൃത്തിയായിട്ട് പോയി എഴുതിയാൽ മതി. അതുകൊണ്ട് തന്നെ 1 ഡയമെൻഷൻ എന്ന് വിളിക്കാം. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷനിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആ 3 മണിക്കൂറിലുള്ള 150 ചോദ്യം അല്ലെങ്കിൽ 180 ചോദ്യം എന്ന് പറയുന്നത് ഒരു വിഷയമായിരിക്കില്ല, ചിലപ്പോൾ 3 വിഷയങ്ങളായിരിക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിരിക്കും. അപ്പോൾ 3 വിഷയങ്ങളെ പറ്റിയുമുള്ള ഗ്രാഹ്യവും അത്രയും അതിനകത്തുള്ള കോൺസെപ്റ്റുകളും ഫോർമുലകളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോൾ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു മൾട്ടി ഡയമെൻഷനിലായിരിക്കണം. മറ്റേ സബ്ജക്റ്റീവ് പരീക്ഷ ആകുമ്പോഴത്തേക്ക് അത് 1 ഡയമെൻഷനിലാകുമ്പോൾ കോമ്പറ്റേറ്റീവ് പരീക്ഷ ആകുമ്പോൾ മൾട്ടി ഡയമെൻഷനിലായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഒരു മൈൻഡ് സെറ്റ്. ഇനി മൂന്നാമത്തേത്, നമ്മളൊരു സബ്ജക്റ്റീവായിട്ടൊരു യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് ഓർത്തെടുത്ത് എഴുതുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ റിമെമ്പറിങ് എന്നുള്ളൊരു ചിന്തയായിരിക്കും പോകേണ്ടത്, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ മൈൻഡ് സെറ്റാണ് ഉണ്ടാവേണ്ടത്. ആപ്ലിക്കേഷൻ മൈൻഡ് സെറ്റ് ആകുമ്പോൾ ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യം എങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ രംഗത്ത് അത് ഫലവത്താകുക എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ അതിന് കൂടുതലും വിഷ്വലൈസ് ചെയ്യണം. ആ ചോദ്യത്തിനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മളതിനെ സഹായിക്കുന്നു. മൈൻഡ് കുറച്ചുകൂടെ അതിനായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു സബ്ജക്റ്റീവ് പരീക്ഷ ഒരു റിമെമ്പറൻസ് മോഡലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷ ഒരു വിഷ്വലൈസേഷൻ മോഡലായിരിക്കണം. അപ്പോൾ മൈൻഡ് സെറ്റ്, ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് സബ്ജക്റ്റീവിനും ഒരു ആസ്പിരൻറ്റ് മൈൻഡ് സെറ്റ് ഒബ്ജക്റ്റീവിനും ആയിരിക്കണം. രണ്ടാമത്തേത് ഒന്ന് 1 ഡയമെൻഷനിലാണെങ്കിൽ മറ്റൊന്ന് മൾട്ടി ഡയമെൻഷനിലാണ്. ഇനി മൂന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന പരീക്ഷ എഴുതുന്ന ഒരു രീതി
രീതിയുണ്ട്. അപ്പോൾ ആ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ചിന്തകൾ കൊടുക്കുക, മൈൻഡ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്ന് റിമെമ്പറിങ് ആണെങ്കിൽ മറ്റൊന്ന് വിഷ്വലൈസേഷനാണ്. ഇതാണ് മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും എഴുതുകയും ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം അതിലെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിക്കാറുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു പരീക്ഷ എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒരു ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിങ്ങിന് 30 മിനിറ്റെങ്കിലും മുമ്പിൽ നമ്മളവിടെ എത്താനായിട്ട് ശ്രമിക്കുക. നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റിലാക്സ് ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അത് ഒന്നാമത്തെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പരീക്ഷ എത്തുന്ന സമയത്തായിക്കോട്ടെ, അത് എത്തിച്ചേരുന്നതും പരീക്ഷ എഴുതുന്നതും പരീക്ഷ തുടക്കത്തിലുള്ള സമയവും അത് പരീക്ഷയ്ക്ക് സമയത്തിനുള്ളിൽ എഴുതി തീർക്കുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നന്നായി ഓടുന്ന ഒരു വാച്ചും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തേത് ടൈം മാനേജ്മെൻറ്റ്. ആ ടൈം മാനേജ്മെൻറ്റിൽ തന്നെ നമ്മൾ റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് തന്നെ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇതിന് വേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് ഹാൾ ടിക്കറ്റ്, പെൻസിൽ, റബ്ബർ, സ്കെയില്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകും. അവസാനം അവിടെ പോയിട്ട് എഴുതാനുള്ള പെൻസിലോ പേനയോ കാണാതെ അത് തപ്പി നമ്മൾ പോകേണ്ട ഒരു കാര്യമുണ്ട്. പലരുടെയും കടം വാങ്ങിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ടെൻഷൻ വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തന്നെ പെന്നോ പെൻസിലോ റബ്ബറോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് പരീക്ഷ തുടങ്ങുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ആദ്യമേ ധൃതി പിടിച്ച് എഴുതാൻ തുടങ്ങരുത്. ആദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക. മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പരീക്ഷയെ പറ്റിയുള്ളൊരു ഗ്രാഹ്യം കിട്ടും. അത് നമുക്ക് എഴുതാനായിട്ടൊരു തുടക്കം നൽകാനായിട്ടൊരു ഊർജ്ജം കിട്ടുകയും ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റൺ ത്രൂ ചെയ്യാൻ നമ്മളതിനെ പറയും. ഇതാണ് ഈ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, ഈ പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരുവിധം കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ അത് ആ സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. അതായത് 1, 2, 3, 4 അനുസരിച്ച് തന്നെ ഉത്തരം എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആ ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ, സബ്ജക്റ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ ചോദ്യത്തിന് ആദ്യം ബബിൾ ചെയ്യുക, എന്നിട്ട് മറ്റേത് തിങ്ക് ചെയ്യാനായിട്ട് അപ്പോൾ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ അറിയാവുന്ന പരീക്ഷയാണെങ്കിൽ അത് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതുക. ഇനി അതല്ല, കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അറിയാവുന്നത് ആദ്യം എഴുതുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു പോയിന്റ്. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ 2 മാർക്കിനും 5 മാർക്കിനും 8 മാർക്കിനും അതിനനുസരിച്ചുള്ള സമയവും അതിനനുസരിച്ചിട്ടുള്ള ബഹുമാനവും കൊടുക്കുക എന്നുള്ളതാണ്. 2 മാർക്കിന് 2 മാർക്കിൻ്റേത് എഴുതിയാൽ മതി, 5 മാർക്കിന് 5 മാർക്കിൻ്റെ എഴുതിയാൽ മതി. ഇനി നമ്മൾ ഈ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ മിക്കവാറും റഫ് ഷീറ്റിൽ പല കാൽക്കുലേഷൻസും പോയിൻറ്സും ഒക്കെ എഴുതി നോക്കും. അത് എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും നിങ്ങൾ ഇനി ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷ ആണെങ്കിലും എഴുതി നോക്കും. പക്ഷേ പലരും ഈ ധൃതിയിൽ ഇതെല്ലാം എഴുതി നോക്കിയിട്ട് ഉത്തരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥ പേപ്പറിൽ അത് എഴുതാതെ പോവുക, അല്ലെങ്കിൽ അത് ബബിൾ ചെയ്യാൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ ബബിൾ ചെയ്യാൻ വിട്ടുപോയി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുമെങ്കിലും നമ്മൾ ആ ഉത്തരം എഴുതേണ്ടടുത്ത് എഴുതി എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതും അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഉത്തരം എഴുതേണ്ടടുത്ത് എഴുതി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതൊരു സബ്ജക്റ്റീവ് പരീക്ഷയാണെങ്കിൽ ഇപ്പോൾ കണക്ക് പോലുള്ള റഫ് ഷീറ്റിൽ ഫോർമുലകൾ, സ്റ്റെപ്പുകൾ എഴുതുകയാണെങ്കിൽ ആ സ്റ്റെപ്പുകളെല്ലാം പ്രധാനപ്പെട്ട ആൻസർ ഷീറ്റിലോട്ട് എടുത്ത് എഴുതി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നെഗറ്റീവ് മാർക്കുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കുള്ളപ്പോൾ എല്ലാ ചോദ്യത്തിനും എഴുതണം എന്നുള്ള വാശി വേണ്ട. കറക്റ്റായിട്ടുള്ള പൂർണ്ണമായിട്ടും ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം നമ്മൾ ബബിൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഏറ്റവും അവസാനത്തെ ഒരു 5 മിനിറ്റ് ഞാൻ പറയും, ഈ പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞിട്ട് എഴുതിയ ആൻസർ ഷീറ്റ് കംപ്ലീറ്റ് ഒന്നും കൂടെ നോക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ നോക്കുക. നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഏതൊക്കെ ഉത്തരം എഴുതാൻ പറ്റി, ഇനി ഉത്തരങ്ങൾ വല്ലതും മാറ്റേണ്ടതുണ്ടോ, കുറച്ച് കൂടുതൽ എഴുതാൻ പറ്റുമോ, ഇത് അവസാനത്തെ ഒരു 5-10 മിനിറ്റ് ഈ ഒരു സമ്മറൈസേഷൻ പ്രോസസ്സിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പല ഉത്തരങ്ങളും നമുക്ക് കൂടുതലായിട്ട് എഴുതാനും ചിലപ്പോൾ ആദ്യം എഴുതിയ ഉത്തരമല്ല ശരി എന്നുള്ളത് മാറ്റി എഴുതാനും ഒക്കെയുള്ള സമയം കിട്ടും. അപ്പോൾ സമ്മറൈസേഷന് നമ്മളൊരു സമയം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മളൊരു പരീക്ഷ എഴുതാനായിട്ടൊരു ഹാളിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.
ഈ എൻട്രൻസ് പരീക്ഷയും കോമ്പറ്റേറ്റീവ് പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ അത് വിജയിക്കാനായിട്ട് പ്രത്യേകിച്ച് ടെക്നിക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ടെക്നിക്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതുമ്പോൾ നമ്മളത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മോക്ക് ടെസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വന്ന് അത് ആൻസർ ചെയ്ത് എഴുതി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഒബ്ജക്റ്റീവ് ടൈപ്പ് മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു, അത്രയും നമുക്ക് അതിനകത്തുള്ള എക്സ്പീരിയൻസ് കിട്ടുകയാണ്, അത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പരീക്ഷ എഴുതുമ്പോഴും അതിനകത്ത് കിട്ടുന്ന മാർക്കുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അടുത്ത തവണ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജെയിലും നീറ്റിലും ഒക്കെ ഉയർന്ന സ്കോർ വാങ്ങിക്കുന്ന കുട്ടികൾ ഏകദേശം 300, 500, 600 ഒക്കെ മോക്ക് ടെസ്റ്റുകൾ അവസാന മാസങ്ങളിൽ എഴുതി അവസാനം അതിൽ മിക്കവാറും എല്ലാ ചോദ്യങ്ങളുമായിട്ടും പരിചയപ്പെട്ട് അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം എഴുതാൻ പറ്റുക, അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും ഫോർമുലാസും ഒക്കെ ചെക്ക് ലിസ്റ്റുകളാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞ് ചെക്ക് ലിസ്റ്റുകളാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ആ ചെക്ക് ലിസ്റ്റ് മാത്രം എടുത്ത് മറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും ചെയ്യും. അല്ലാതെ വലിയ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വീണ്ടും തുറന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാവും. അപ്പോൾ ഈ കുഞ്ഞ് ചെക്ക് ലിസ്റ്റുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരാനായിട്ട് അതിനെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും പരീക്ഷയെപ്പറ്റി മാത്രം ആലോചിക്കുക, റിസൾട്ടിനെ പറ്റി വെറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും റിസൾട്ട് എന്താവും, ജയിക്കുമോ കിട്ടുമോ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന പെർഫോമൻസ് എഴുതാൻ എങ്ങനെ എന്നുള്ളതിനെപ്പറ്റി മാത്രം ആലോചിക്കുക, റിസൾട്ടിനെ പറ്റി വറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടെ എഴുതുന്നത് കണ്ട് നമ്മൾ പേടിക്കാറുണ്ട്. അതായത് അവരെല്ലാം എഴുതുന്നുണ്ടല്ലോ. ചില യൂണിവേഴ്സിറ്റി പരീക്ഷകളിലൊക്കെ ചില ആൾക്കാർ എണീറ്റ് നിന്ന് പേപ്പർ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്, അത്രയും പേപ്പർ വാങ്ങിച്ച് അയാൾ എഴുതുകയാണല്ലോ. ബാക്കിയുള്ളവർ എന്തോ ചെയ്തോട്ടെ, ബാക്കിയുള്ളവർ പരീക്ഷ എഴുതുന്നതിനെ പറ്റി നമ്മൾ വറി ചെയ്യരുതെന്നുള്ളതാണ് നാലാമത്തെ കാര്യം. നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു മാരത്തോണാണ്. ആ മാരത്തോൺ എന്ന് പറയുമ്പോൾ പതുക്കെ ഓടി തുടങ്ങുക, ഓടി വളരെ ദീർഘദൂരം ആരോഗ്യത്തോടെ നല്ല പൂർണ്ണമായ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഓടുക എന്നുള്ളതാണ്. ജീവിതം ഒരു പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ ജീവിതത്തിലെ ഓരോ പരീക്ഷകളും വിജയിക്കാനായിട്ട് റിസൾട്ടിനെ പറ്റി വറി ചെയ്യാതെ ആ സമയത്തുള്ള പെർഫോമൻസിനെ പറ്റി മാത്രം ആലോചിച്ച് വളരെ റിലാക്സ്ഡായി ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊടുക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളും നമുക്ക് വിജയിക്കാനായി പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഓർത്ത് നന്നായി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആകട്ടെ, ബോർഡ് എക്സാമിനേഷൻസ് ആകട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആകട്ടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.